ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ഈ ചൂട് കാലത്തേക്ക് പറ്റിയൊരു കറിയാണ് കേട്ടോ. അത് വെള്ളരിക്ക വെച്ചിട്ടാണ്. അപ്പോൾ ഈ കറി എങ്ങനെ ഉണ്ടാക്കിയെന്ന് നോക്കുക. എല്ലാവർക്കും അറിയാം, നമ്മൾ സാധാരണ വെള്ളരിക്ക കറി ഉണ്ടാക്കുന്നത് തന്നെയാണ്. എന്നാലും ഈ കറി എങ്ങനെ ഉണ്ടാക്കിയെന്ന് നോക്കിയിട്ട് തരാം കേട്ടോ. ഇതിനായിട്ട് നമ്മൾ ഒരു വെള്ളരിക്ക മൊത്തം എടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു മീഡിയം വലിപ്പമുള്ള വെള്ളരിക്കയാണ്, അത് മുഴുവൻ എടുത്തിട്ടുണ്ട്. പിന്നെ പരിപ്പ് ആവശ്യത്തിന് എടുക്കുക. ഇതൊരു 3/4 കപ്പോളം പരിപ്പുണ്ടാവും. പിന്നെ പച്ചമുളക്, എരിവിന് ആവശ്യത്തിന് പച്ചമുളക് ചേർക്കുക. ഇതിൽ വേറെ മുളകൊന്നും ചേർക്കണില്ല. പിന്നെ 2 തക്കാളിയും കൂടെ ചേർക്കുക കേട്ടോ. അപ്പോൾ ഇത് വെള്ളരിക്കയൊക്കെ കട്ട് ചെയ്യണത് കാണിക്കാതിരുന്നത് അത് അത്രയും വീഡിയോ ലെങ്ത് ആവണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. ഇനി നമ്മളതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ചേർക്കുക. 1 ടീസ്പൂൺ ഉപ്പ് ചേർത്തിട്ടുണ്ട് കേട്ടോ, കല്ലുപ്പാണ്. പിന്നെ അതിൻ്റെ നെകക്കെ വെള്ളം ഒഴിക്കുക. കൂടുതൽ ഒഴിക്കേണ്ട. ഇതിപ്പോൾ ഒരു 2 കപ്പോളം വെള്ളം ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. അത് ഈ കാരണം വെള്ളരിക്കയിൽ നിറയെ വെള്ളമുള്ളതല്ലേ. പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്തു. ഇനി ഒന്ന് മിക്സ് ചെയ്തിട്ട് നമ്മൾ ഫുൾ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു വിസിൽ വരുമ്പോൾ ഓഫ് ചെയ്ത് വെക്കുക കേട്ടോ. ഇനി നമ്മൾ ഇതിലേക്ക് നാളികേര പാലാണ് ചേർക്കുന്നത് കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഇവിടെ കൊപ്രയായിരുന്നു. അപ്പോൾ കൊപ്രയുടെ കറുത്ത ഭാഗമൊക്കെ ചെത്തിക്കളഞ്ഞ് ഇതുപോലെ ആദ്യം മിക്സിയിലൊന്ന് ചെറുതായിട്ട് അടിച്ചെടുത്തു. പിന്നെ അതിൽ നമ്മൾ കുറേ വെള്ളം ഒഴിക്കേണ്ട, ഒരു 1/2 കപ്പ് വെള്ളം ഒഴിച്ചാൽ മതി. അത് എങ്ങനെ അടിച്ചെടുക്കാം. ഇതിപ്പോൾ ഒരു ചെറിയ നാളികേരം അങ്ങനെ തന്നെ എടുത്തിട്ടുണ്ട് കേട്ടോ. കൊപ്ര ആയതുകൊണ്ട്, പാലായതുകൊണ്ട് ഒരു ചെറിയ നാളികേരം അങ്ങനെ തന്നെ എടുത്തിട്ടുണ്ട്. അത് നമ്മളിങ്ങനെ അരിച്ചെടുക്കാം. അപ്പോൾ കൊപ്രയായാലും നാളികേരപ്പാൽ എടുക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ല കേട്ടോ. ഇതുപോലെ ചെയ്താൽ മതി. അതിൻ്റെ കറുത്ത പോർഷൻ കളഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല വെളുത്ത കളറുള്ള പാൽ കിട്ടും, അല്ലെങ്കിൽ ആ പാലിൻ്റെ കളർ ഇത്തിരി കുറയും. അപ്പോഴേക്കും ദേ നമ്മുടെ കുക്കറിലെ പ്രഷർ പോയി തുറന്നു കേട്ടോ. അപ്പോൾ മഞ്ഞൾപ്പൊടി ഇടണം കേട്ടോ. മഞ്ഞൾപ്പൊടി ആദ്യം ഇടാൻ മറന്നു പോയതാണ്. അപ്പോൾ ആദ്യം ഇട്ടാലും ഇപ്പോൾ ഇട്ടാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ മഞ്ഞൾപ്പൊടി ഇടണം എന്ന് പറയുകയാണ്, ഓർമ്മിപ്പിച്ചതാ. അപ്പോൾ അതേ ഇതുപോലെ വെന്ത് കിട്ടി, നന്നായിട്ട് വെന്ത് കിട്ടി കേട്ടോ. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു. ഇത് നന്നായിട്ടൊന്ന് തിളക്കട്ടെ. അപ്പോൾ കുറച്ച് ഇങ്ങനെ വെള്ളം പോലെ നിൽക്കണില്ലേ, അപ്പോൾ അതൊന്ന് കുറച്ചും കൂടെ ഒന്ന് കുറുകിയിട്ട് നമുക്ക് നാളികേരപ്പാൽ ഒഴിക്കാം. കുറച്ച് നേരം ഒന്ന് അടച്ചു വെച്ചോ കേട്ടോ. ഇത് ആവശ്യത്തിന് പാകത്തിന് വറ്റി വന്നിട്ടുണ്ട്. ഉപ്പൊക്കെ നോക്കുക കേട്ടോ. നമുക്ക് ആവശ്യത്തിനുള്ള നേരത്തെ ഇട്ട ഉപ്പ് കുറവാണെങ്കിൽ വീണ്ടും ഇട്ട് കൊടുക്കാം. ഇനി ഇതേ നമ്മുടെ ഇത് ചാറൊക്കെ ഒന്ന് കുറുകി വന്നപ്പോൾ നമ്മുടെ നാളികേരപ്പാലിൽ ചേർത്തു. അപ്പോൾ കുറേ വെള്ളത്തിൽ നാളികേരപ്പാലിൽ എടുക്കണ്ട. അപ്പോൾ നാളികേരപ്പാലിന് കട്ടി കുറയും, അപ്പോൾ അത്ര സ്വാദ് ഉണ്ടാവില്ല. അപ്പോൾ ഒരു നാളികേരം അങ്ങനെ തന്നെ എടുക്കുകയാണെങ്കിൽ 1/2 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് അത് അടിച്ചെടുത്താൽ മതി. ഇനി നാളികേര ചേർക്കണമെന്ന് വെച്ചാൽ ഒരു 1/2 മുറി നാളികേരം അരച്ച് ചേർക്കുക, നന്നായിട്ട് അരച്ച് ചേർക്കുക കേട്ടോ. ഇതിപ്പോൾ പാലിലാണ് വയ്ക്കുന്നത്. ഇവിടെ കുറേ നാളികേരം ഉണങ്ങി ഇങ്ങനെ കിടക്കുന്നുണ്ട്. അപ്പോൾ നാളികേര പാൽ എടുക്കാൻ എങ്ങനെ പറ്റുള്ളൂ, അരയ്ക്കാൻ പറ്റില്ല. ഇനി അത് നമ്മുടെ കഴിഞ്ഞു. ഇനി നമ്മളതിൽ കടുകും കറിവേപ്പിലയും കൂടെ ഒന്ന് തളിച്ച് ഒഴിക്കുക. അത്രയ്ക്കുള്ള പണി കേട്ടോ. പക്ഷേ ഈ ചൂടിന് ഏറ്റവും നല്ലതല്ലേ, നമുക്ക് കുറച്ച് വയറിനൊക്കെ നല്ല സുഖം കിട്ടാൻ എരിവൊന്നും അധികമില്ലാത്ത ഒരു കറി. അപ്പോൾ ഇതുപോലെ വെള്ളരിക്ക കറി ഉണ്ടാക്കി നോക്കാത്തവർ ഉണ്ടാക്കി നോക്കിക്കോ കേട്ടോ. നമ്മൾ പാലൊഴിച്ചാലും അങ്ങനെ തോന്നണില്ലല്ലോ, നല്ല തിക്കായിട്ടിരിക്കണില്ലേ, ഗ്രേവിയൊക്കെ കുറുകിയിരിക്കണില്ലേ. അപ്പോൾ അതാണ് നാളികേരപ്പാൽ എടുക്കുമ്പോൾ അധികം വെള്ളം ഒഴിക്കേണ്ട, കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് പാലെടുത്താൽ മതി. അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കി നോക്കാത്തവർ ഉണ്ടാക്കി നോക്കാം കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി അടുത്തൊരു വീഡിയോയിൽ വീണ്ടും ഒരു സിമ്പിൾ റെസിപ്പി ആയിട്ട് നമുക്ക് കാണാം. അതുവരേക്കും എല്ലാവരും നല്ല സന്തോഷമായിട്ടിരിക്കുക. ബൈ.